നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമം ഇത് കണ്ട് പലർക്കും കുരുപൊട്ടി. ഇതിൻ്റെ പ്ലാനിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ BJPക്കും വല്ലാതെ ഒരു ഉത്ഭയമുണ്ടായി. എന്താണ് അവിടെ നടക്കാൻ പോകുന്ന സംഗതി? അതൊരു വലിയ സസ്പെൻസാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു കൃത്യമായ ഒരു സോഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു നടപടിയായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. ഈ പല തരത്തിലുള്ള ആശയ സംവാദങ്ങളൊക്കെ നടന്നു, പലതരത്തിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ പലപ്പോഴും എന്താണ് അവിടെ സംഭവിക്കാൻ പോവുക എന്ന ഒരു വലിയ ആശയക്കുഴപ്പം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. എല്ലാവരുടെയും എന്ന് പറയുന്നത് മന്ത്രിമാരുടെയോ മറ്റ് ഭരണകക്ഷിയുടെ അല്ലെ LDF നേതാക്കന്മാരുടെ മനസ്സിലൊന്നും അല്ല. അക്ഷരാർത്ഥത്തിൽ UDFിൻ്റെ മനസ്സിലും BJPയുടെ മനസ്സിലും വലിയൊരു പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഒന്നാണ് ഈ ആഗോള അയ്യപ്പ സംഗമം. എന്തു തന്നെയാണെങ്കിലും ആഗോള അയ്യപ്പ സംഗമം വിജയകരമായി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വലിയ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിജയകരമായി തന്നെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയാം. ഇനി എന്തുകൊണ്ട് ഇവരുടെ കുരു പൊട്ടി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. എന്തുകൊണ്ട് കുരു പൊട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഏകദേശം 3500 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിലാണ് അവിടെ എല്ലാം സീറ്റ് അറേഞ്ച്മെൻറ്റ്സും പന്തലും അതോടൊപ്പം തന്നെ അവിടുത്തെ ആഹാര ക്രമീകരണങ്ങൾ അടക്കം പ്ലാൻ ചെയ്തിരുന്നത് എന്ന് VN വാസവൻ തന്നെ അതിൻ്റെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി തന്നെ തുറന്ന് വ്യക്തമാക്കിയിരുന്നു. 5000-ൽ-അധികം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷനുമായി വന്നിരുന്നു. അവരോടൊക്കെ അദ്ദേഹം മാപ്പ് പറയുന്ന തരത്തിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇത് തൽക്കാലം നിങ്ങൾ വിഷമിക്കേണ്ട എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഈ സ്ഥലപരിമിതിയും അതോടൊപ്പം ഞങ്ങളുടെ അറേഞ്ച്മെൻറ്റ്സിലുണ്ടായ ഈ 3000 എന്നുള്ള നിലയിൽ നിന്നിട്ടാണ്, എന്നിട്ടും ഒരു 500 പേർക്ക് കൂടി അവിടെ അവസരം കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് അത് ചിട്ടവട്ടങ്ങളൊക്കെ ഒരുക്കിയിരുന്നത്. അവിടെ ഇപ്പോൾ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നമ്മൾ പറയത്തില്ലേ, അപ്പോൾ അതൊക്കെ ഒരുക്കുന്നതിൻ്റെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വളരെ ചുരുങ്ങിയ ആളുകളെ കൊണ്ട്. അപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കുക, ചുരുങ്ങിയ ആളുകൾ മാത്രമാണോ അവിടെ വന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. ഏകദേശം 3500ഓളം പേര് അവിടെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നതിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അവർക്ക്, അതായത് പ്രതിപക്ഷത്തിനും BJPക്കും ഒക്കെ നെഞ്ചിരിപ്പ് കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. അതോടൊപ്പം VN വാസവൻ കയറി നിന്നുകൊണ്ട് ആദ്യം വായിച്ചത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആ ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ടുള്ള ഒരു സന്ദേശമായിരുന്നു. തുടർന്ന് MK സ്റ്റാലിൻ അതിനെക്കുറിച്ച് പറയുകയും അദ്ദേഹം ഇവിടേക്ക് നിയുക്തരാക്കിയിട്ടുള്ള 2 മന്ത്രിമാരെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൽ പറഞ്ഞു പോയി എന്നുള്ളതും വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. എന്നാൽ എന്തിനു വേണ്ടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഈ പറയുന്ന പോലെ VK വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അവിടെ എത്തുന്ന ആൾക്കാർക്ക്, അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ പിണറായി വിജയൻ്റെ സർക്കാർ നടത്തിയിട്ടുള്ള പാപപ്രവൃത്തികൾക്കുള്ള പ്രായശ്ചിത്തമായിട്ടാണോ ശരിക്കും ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ നമുക്കറിയാം അങ്ങനെയല്ല. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി സംഘടിപ്പിച്ച ഒന്നല്ല. നമുക്കറിയാം തിരുപ്പതി എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് അറിയാവുന്ന ഒരു സ്ഥലം മൂകാംബിക എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചുമല്ല, ഒരു ആരാധനാലയത്തെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും ഒക്കെ നമുക്കറിയാം. അപ്പോൾ കേരളത്തിന് പുറത്തുള്ള ഒരുവിധപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം, പളനി പോലെയുള്ള ക്ഷേത്രങ്ങളൊക്കെ നിരവധി ആരാധകർ വന്നെത്തിക്കൊണ്ടിരിക്കുന്ന, നിരവധി ഭക്തരെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രങ്ങളായി നമ്മൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. അപ്പം ഇതിനെയും ഒരു ആഗോള നിലവാരത്തിലേക്ക് ശബരിമലയെ എങ്ങനെ പടുത്തുയർത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ വേളയിൽ അദ്ദേഹം ഇനിയിപ്പോൾ 2050 വരെയുള്ള കാലഘട്ടങ്ങളിൽ കൊണ്ട് ശബരിമലയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ മാറ്റത്തെക്കുറിച്ച്, 2050 എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ എത്ര തലമുറ മാറിയും ഏകദേശം 25 വർഷം കൊണ്ട് ശബരിമല എന്ന് പറയുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രം, അല്ലെങ്കിൽ നമ്മുടെ ശബരിമല എന്ന് പറയുന്ന വിശ്വമാനവികതയിൽ ഊന്നിക്കൊണ്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രം, അത് എത്രത്തോളം പുരോഗമനപരമായ ഒരു നിലയിലേക്ക് എത്തും എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് ശരിക്കും മുഖ്യമന്ത്രി ആ വേദിയിൽ നിന്നുകൊണ്ട് അവതരിപ്പിച്ചത് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്ന്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അവർക്ക് കുരുപൊട്ടുന്നത്. കാരണം നമ്മുടെ കോൺഗ്രസ് ആയിരുന്നു ഇത് ഭരിച്ചിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഭരിച്ചിരുന്നതെങ്കിൽ ഒരിക്കൽ പോലും ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഇങ്ങനെ ഒന്ന് സംഘടിപ്പിക്കില്ലായിരുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിന് ഇടക്കാലത്ത് നമ്മുടെ KP ശശികല പറഞ്ഞുകൊണ്ട് നടന്ന പോലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ വരുമാനം മുഴുവൻ സർക്കാർ എടുക്കുകയും പലപ്പോഴും സിന്ദൂരവും ചന്ദനവും ഭസ്മവും ഒക്കെ പറ്റിയിട്ടുള്ള നോട്ടുകെട്ടുകൾ കൊണ്ട് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുത്തു എന്ന് പറയുന്ന ഒരു ഭൂലോക മണ്ടത്തരത്തെ പിണറായി വിജയൻ ഇപ്പോൾ തന്നെ കൃത്യമായി അന്ന് തന്നെ അതിനെക്കുറിച്ച് അക്കമിട്ട് പലരും നിരത്തി പറഞ്ഞിരുന്നു. ഈ പണമൊന്നും ഇവർക്ക് എടുക്കുന്നതല്ല, സംസ്ഥാന സർക്കാരിന് എടുക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ എന്ന് തന്നെയാണെങ്കിലും
സംസ്ഥാന സർക്കാരുകൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്ന വരുമാനത്തെ സർക്കാരിന്റെ വരുമാന സ്രോതസ്സായി കണ്ടിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ ക്ഷേത്രങ്ങളുടെ നവീകരണത്തിനും പുനരുദ്ധാരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കും അവിടുത്തെ ഒരു ഭക്തർക്ക് ഉണ്ടാകുന്ന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി പണം വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു നഗ്നമായ സത്യവും പിണറായി വിജയൻ ആ വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഭക്തർ ഇവിടെ നടക്കുന്നത് എന്താണ്? അതായത് അവിടെ നടക്കുന്നത് ഹിന്ദുക്കളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടോ, പറയുന്ന പോലെ ഹിന്ദുക്കളുടെ പുരോഗമനം ലക്ഷ്യമിട്ടുകൊണ്ടോ, അല്ലെങ്കിൽ ഹിന്ദുക്കളെ അങ്ങ് എടുത്ത് ഉയർത്തിക്കൊണ്ട് വരുന്നതിനോ ഒന്നുമല്ല. അവിടെ അല്ലെങ്കിൽ ഹിന്ദുക്കളെല്ലാം കൂടി ഇപ്പം LDF വോട്ട് ചെയ്തേക്കും എന്നുള്ള അതിനെക്കുറിച്ചൊന്നും മുഖ്യമന്ത്രി അവിടെ സംസാരിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളെ വളരെ മുഖ്യമന്ത്രി, ഒരു നാട് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് കൃത്യമായി അളന്നുകുറിച്ചുള്ള ഭാഷയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇനിയും പെൻഡിങ്ങിലാണ്. നമുക്കറിയാം, പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റ് ഈ കഴിഞ്ഞ വർഷം, അതായത് വെർച്വൽ ക്യൂ എന്ന് പറയുന്ന പുതിയൊരു അതിനൂതന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇവിടേക്ക് ആളിനെ എത്തിച്ചപ്പോൾ ഇത് തികച്ചും അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിപക്ഷം ബഹളം കൂട്ടിയത്. എന്നിരുന്നാൽ തന്നെയും അരലക്ഷത്തോളം പേർ ഇവിടെ ശബരിമലയിൽ വെർച്വൽ ക്യൂവിലൂടെ അധികമായി ശബരിമലയിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ശബരിമലയിൽ പ്രതിവർഷം എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ എണ്ണം ലക്ഷക്കണക്കിന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓരോ വർഷവും പ്രതിവർഷം ഇങ്ങനെ ഒരു വർധനവ് ഉണ്ടാകുമ്പോൾ അവർക്ക് പാർക്കിംഗ് പോലെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് തീർച്ചയായും ഈ ദേവസ്വം ബോർഡിൻ്റെയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിനെ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെയും ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് എന്നുള്ള കാര്യം പിണറായി വിജയൻ ആ സമയത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് പാർക്കിംഗ് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യുക. പക്ഷേ ഇങ്ങനെ പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്ന സമയത്തും വളരെ മനോഹരമായ ഒരു പ്രകൃതി നമുക്കുണ്ട്, വളരെ മനോഹരമായ ഒരു പരിസ്ഥിതി നമുക്കുണ്ട്. ഇതിനെയൊക്കെ കോട്ടം വരുത്താത്ത തരത്തിൽ എങ്ങനെ അവിടെ ഒരു മാന്യമായ ഒരു പാർക്കിംഗ് സംവിധാനം ഒരുക്കണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതിനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വേദിയിൽ സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ റോപ്പ് വേ തുടങ്ങിയ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അതോടൊപ്പം സാനിറ്റൈസേഷൻ, അവിടെ എത്തുന്ന ഭക്തർക്ക് ആവശ്യമായ ശുദ്ധജലം എത്തിക്കുക, അതോടൊപ്പം തന്നെ അവർക്ക് വിമാനത്താവളങ്ങൾ, അതായത് ആഗോളതലത്തിൽ നിന്ന് പോലും അയ്യപ്പ ഭക്തന്മാർ നമ്മുടെ സംസ്ഥാനത്തേക്ക്, കേരളം എന്ന് പറയുന്ന ചെറിയ സംസ്ഥാനത്തിലേക്ക്, നമ്മുടെ ശബരിമലയിലേക്ക് എത്തുമ്പോൾ അപ്പോൾ അവർക്ക് വേണ്ട വിമാനത്താവളം അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ശബരി റെയിൽപാതയുടെ വികസനം അല്ലെങ്കിൽ ശബരി റെയിൽപാത യാഥാർത്ഥ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അതിനുള്ള ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. കാരണം മുഖ്യമന്ത്രി പ്രത്യേകം പറയുന്നുണ്ട്, ഇതുമായി ഇതുവരെ നോ എന്നൊരു മറുപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ടിട്ട് അവിടേക്ക് റെയിൽവേ ലൈനുകൾ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരുമായി നിരന്തരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും വരും സമീപഭാവിയിൽ തന്നെ അവിടെ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വേദിയിൽ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം വേണ്ട 1000 കോടി രൂപയ്ക്ക് മുകളിലുള്ള വികസനം ശബരിമല പോലെയുള്ള നമ്മുടെ ഒരു ക്ഷേത്രത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയും ചെയ്തു. ഇതൊക്കെയാണ് അക്ഷരാർത്ഥത്തിൽ മറ്റുള്ള പ്രതിപക്ഷ കക്ഷികളെ വിരളി പിടിപ്പിക്കുന്നത് എന്ന് പറയാം നമുക്ക്. കാരണം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് മറ്റൊരു സർക്കാർ ചെയ്യുന്നു, അതും ഇടതുപക്ഷ സർക്കാർ, അയ്യപ്പനെ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരെ മുഴുവൻ ചവിട്ടിമെതിച്ച സർക്കാർ എന്നൊക്കെയുള്ളൊരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശക്തമായ ശ്രമങ്ങളാണ് ശരിക്കും ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങളെക്കുറിച്ചും ശബരിമല എന്ന് പറയുന്ന നാളെ ഒരുപക്ഷെ ഇടതുപക്ഷ സർക്കാർ വീണേക്കാം, മാറിപ്പോയേക്കാം, ഇവരൊരു ആവലാതി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ഇത്തരത്തിലുള്ള വികസന ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇപ്പൊ തന്നെ വിഷൻ 30 എന്ന് പറയുന്ന പുതിയൊരു പദ്ധതി കൂടി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. കാരണം കേരളത്തിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, കേരളത്തിന്റെ പരിതസ്ഥിതികളൊക്കെ ഏതൊക്കെ തരത്തിൽ മാറ്റിയെടുക്കാം, ഇവിടെ എങ്ങനെ ഒരു അതിദരിദ്ര നിർമ്മാർജ്ജനം ഈ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ തുടങ്ങിയ വിശാലമായ പദ്ധതികളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികളുമായി സംസ്ഥാന സർക്കാരിന്, അതായത് ഇനി കോൺഗ്രസ് UDF അധികാരത്തിൽ കയറി കഴിയുമ്പോൾ ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേടെന്ന് തന്നെ പറയാം, അത് ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഭാരിച്ച ചുമതല UDF നേതാക്കളുടെ അല്ലെങ്കിൽ UDF മന്ത്രിമാരുടെ തലയിലേക്ക് വരും.
അല്ലെങ്കിൽ UDF സർക്കാരിൻ്റെ തലയിലേക്ക് വരും. സംസ്ഥാനത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വികസനം എന്ന് പറയുന്നത് ഒരു വലിയ പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ്. അത് ശബരിമലയിലെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ നിരന്തരമുള്ള സഞ്ചാര ആവശ്യങ്ങൾക്ക് തന്നെ ആയിക്കോട്ടെ. ഇപ്പം നമുക്കറിയാം പൻവേൽ മുതൽ കന്യാകുമാരി വരെ നീണ്ടുപോകുന്ന നമ്മുടെ ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ മിക്ക ഭാഗങ്ങളിലും കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന ഒരേ ഒരു സ്ഥലം എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ്, കേരളത്തിൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ അത്തരം വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. എന്നാൽ അതേസമയം ചില ഭാഗങ്ങളിൽ ചില ബോർഡുകൾ വെച്ചപ്പോൾ തന്നെ VD സതീശൻ്റെ ഒരു നിലപാട് എന്തായിരുന്നു? അതായത് ട്രാക്ടറുകൾ, ഓട്ടോറിക്ഷകൾ, 2 വീലറുകൾ ഇവയ്ക്ക് ഈ പറയുന്ന 6 വരി പാതയിലേക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു. അതായത് എക്സ്പ്രസ് വേ പോലെ, ഹൈവേ പോലെ ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു. അവിടേക്ക് ട്രാക്ടറോ ഓട്ടോറിക്ഷയോ 2 വീലറോ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കൊണ്ട് ഡിസ്പ്ലേ ചെയ്തപ്പോൾ തന്നെ ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അതങ്ങനെ ശരിയാവും, ഞങ്ങൾ അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ ഇവർക്കൊക്കെ അതിനുള്ളിൽ ഒരു ഇത് കൊടുക്കും, അതായത് ഇവർക്കൊക്കെ പ്രവേശനാനുമതി ഞങ്ങൾ നൽകും എന്ന് പറയുന്ന ഒരു പൊട്ടൻ ന്യായമുണ്ട്. ഇപ്പം നമുക്കറിയാം ഒരു ഇങ്ങനെ എലവേറ്റഡ് ആയിട്ടുള്ള പല ഭാഗങ്ങളിലൂടെയും അല്ലാതെയുമൊക്കെ പോകുന്ന ഒരു ഹൈവേയിൽ 2 വീലറിന് കൊടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന, 2 വീലറുകൾ അതിവേഗതയിൽ ചീറിപ്പാഞ്ഞു പോകുന്ന സമയത്തുണ്ടാകാവുന്ന ഒരു കാറ്റിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ഒന്നനുഭവിക്കേണ്ടി വരും. അതോടൊപ്പം നിരന്തര അപകടങ്ങളുണ്ടാവും. ഓട്ടോറിക്ഷയെ പോലെയും ഒരു ട്രാക്ടർ പോലെയും അതിവേഗത കുറഞ്ഞ് യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഒരു ട്രാക്കിലേക്ക് കയറുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ഹൈവേയിലേക്ക് കയറുമ്പോൾ ബാക്കി അതിവേഗതയിൽ യാത്ര ചെയ്യാൻ ആയിട്ട് വരുന്ന ആളുകൾക്കുണ്ടാകുന്ന സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ. എന്തുകൊണ്ട് നമ്മൾ ഹൈവേ ആശ്രയിക്കുന്നതെന്ന് വെച്ചാൽ അതിവേഗതയിൽ നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റും. അതുതന്നെയാണല്ലോ ഹൈവേ വികസനം എന്ന് പറയുന്ന ആ റോഡ് വികസനം കൊണ്ട് നമ്മളെല്ലാവരും കരുതുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ അതോടൊപ്പം നിരന്തരം അപകടങ്ങളുണ്ടാകാം. ഇപ്പം തന്നെ നമുക്കറിയാം പലപ്പോഴും ഈ റോഡ് പണി പൂർത്തിയായെടുത്ത് പലയിടങ്ങളിലും ഈ പറയുന്ന കാറുകളായിരുന്നാലും മറ്റു വാഹനങ്ങളായിരുന്നാലും അതിലൂടെ പോകാൻ പെർമിഷനുള്ള വാഹനങ്ങൾ അതിവേഗതയിലൂടെ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം ചെറു വാഹനങ്ങൾ അവിടേക്ക് കയറി കഴിയുമ്പോൾ നിരന്തരമായ അപകടങ്ങൾക്ക് അതൊരു വലിയ സാധ്യത ഒരുക്കും എന്ന് സ്വാഭാവികമായി ചിന്തിക്കാൻ കഴിയാതെ, എന്നാൽ 4 വോട്ടിന് വേണ്ടിയിട്ട് ഇതിനെ ഞങ്ങൾ ഇങ്ങനെ ആക്കി തീർക്കും എന്ന് പറയുന്ന സാധാരണക്കാരൻ്റെ വാഹനമല്ലേ ഓട്ടോറിക്ഷ, 2 വീലർ, കാറില്ലാത്തവൻ 2 വീലറിൽ എങ്ങനെ പോകണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന മുടന്ത ന്യായങ്ങളുണ്ട്. അപ്പോൾ അത്തരം ന്യായങ്ങളെയൊക്കെ എടുത്ത് നമ്മൾ കാറ്റിൽ പറത്തി വെക്കേണ്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് എതിരായി ശക്തമായ വിമർശനങ്ങളുമായി പ്രതിപക്ഷ കക്ഷികൾ, അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരു ഗേറ്റ് വേ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ശബരിമല. അപ്പോൾ ആ ശബരിമലയെ പിണറായി വിജയൻ സർക്കാർ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ള തരത്തിലാണ് വരുന്നത്. എന്നാൽ പിണറായി വിജയൻ ഹൈജാക്ക് ചെയ്യുകയല്ല ചെയ്തത്, മറിച്ച് ആ ശബരിമല എന്ന് പറയുന്ന ഈ കേരളത്തിൻ്റെ മുഖമുദ്രയായ ആ ആരാധനാലയത്തെ അന്തർദേശീയ നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ വികസന പ്രവർത്തനങ്ങൾ കൂട്ടായി ആലോചിച്ച് നടപ്പിലാക്കുക. നമുക്കറിയാം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രതിസന്ധി ഉണ്ടാകുന്നത് അവിടുത്തെ ക്രൗഡ് മാനേജ്മെന്റ് സംവിധാനത്തിലാണ്. അപ്പോൾ ആ ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അതായത് ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി ഈ ചർച്ചകൾ ഉണ്ടാവുകയും അതിന് ഏത് രീതിയിൽ ഒരു സെമിനാർ പോലെ അതിനെ നടത്തിക്കൊണ്ടു പോവുകയും അങ്ങനെ ഏത് രീതിയിൽ ഇതിനെ മാനേജ് ചെയ്യണമെന്നടക്കമുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യും. അവിടെ ഈ 3500 പേർക്കും ഈ പറയുന്ന ആ ശബരിമലയെ എങ്ങനെ വികസിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള അവരുടെ അഭിപ്രായങ്ങൾ പൂർണ്ണമായി അവിടെ നിന്ന് മൈക്കെടുത്ത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും ഓരോ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ തന്നെ അവർ അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ കിറ്റ് സമ്മാനിക്കുന്നു. അതായത് ഒരു ഫയൽ അടക്കമുള്ള അതിലൊരു ചോദ്യാവലി ഉണ്ടാവും. ആ ചോദ്യാവലി പൂരിപ്പിക്കുകയും അതിനകത്ത് തങ്ങളുടെ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം അതിൽ എഴുതി വെക്കാനും അവിടെ എത്തിയിരിക്കുന്ന ഓരോ പ്രതിനിധിക്കും അവകാശമുണ്ട്. അതാത് കമ്മിറ്റികളെ ഏൽപ്പിക്കുകയും അതാത് കമ്മിറ്റികൾ അത് പരിഗണിക്കുകയും അത് വായിച്ചു നോക്കുകയും അതിൽ നിന്ന് ഉപയോഗപ്രദമാണ് എന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ നടപ്പിലാക്കാൻ അതിവേഗം ശ്രമിക്കുകയും ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇരിക്കുന്ന സെപ്റ്റംബർ മാസത്തിലാണ്, ഒക്ടോബറിലേക്ക് കിടക്കുന്നു, അടുത്ത നവംബർ മാസം പകുതിയോടുകൂടി ശബരിമല മണ്ഡലകാലം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടം കൊണ്ട് തന്നെ അവിടെ നടത്തേണ്ടിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. പിന്നീട് ഉള്ള കാര്യം എന്ന് വെച്ചാൽ ശബരിമലയിലേക്ക് കയറി പോകുന്ന വഴിയിലും ഒരു സർക്കുലർ ഷേപ്പിൽ പോകുന്നതിന് ഇറങ്ങുന്നതിനും മറ്റൊരു വഴി, പമ്പയിൽ നിന്ന് പോകുന്നതിന് അതിനൊരു ട്രാൻസിറ്റ് ഏരിയ ആക്കി മാറ്റുക തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങൾ പിണറായി വിജയൻ അവതരിപ്പിച്ചിട്ടുണ്ട്, അതായത് മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സന്നിധാനത്ത് നിന്നൊരു എമർജൻസി ഗേറ്റ് വേ പോലെ ഒരു സംവിധാനം പമ്പയിലേക്ക് ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അതായത് ശബരിമല എന്ന് പറയുന്നതിനെ ഒരു വിദേശ നിലവാരത്തിലേക്ക്, ഒരു അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉള്ള ഒരു ഭക്തി ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ള ഒരു വിശാലമായ ഒരു പദ്ധതിയാണ് അക്ഷരാർത്ഥത്തിൽ ആഗോള അയ്യപ്പ സംഗമം എന്ന ഒരു പരിപാടി കൊണ്ട് സംസ്ഥാന സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നടപ്പിലായി കഴിയുമ്പോഴേക്ക് തന്നെ ഇപ്പോൾ തന്നെ നമുക്കറിയാം നിരവധി ഭക്തജനങ്ങളാണ് ശബരിമലയിലേക്ക് ഓരോ വർഷവും എത്തിക്കൊണ്ടിരിക്കുന്നത്.
ഈ ഓരോ മണ്ഡലകാലവും കോടിക്കണക്കിനെന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ ആളുകൾ നമ്മുടെ ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിനായി എത്തുന്നുണ്ട്. ഓരോ അയ്യപ്പ ഭക്തർക്കും അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ, അവർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെയൊന്നും മുഖ്യമന്ത്രി അതിൻ്റെതായ ഈ പറയുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇവിടെ ശബരിമലയിൽ പാലിക്കേണ്ട ചില ആചാര മര്യാദകളെക്കുറിച്ചോ ഒന്നും അല്ല. അവിടെ നമ്മളൊരു ഭക്തരെത്തുമ്പോൾ എന്തായിരുന്നാലും ഒരു ശബരിമലയിലേക്കൊരു തീർത്ഥാടകൻ എത്തുമ്പോൾ ആ തീർത്ഥാടകൻ ശബരിമലയുടെ എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ചുകൊണ്ട് അവിടെ ആചരിക്കേണ്ട വ്രതാനുഷ്ഠാനത്തോടു കൂടി അതിനുവേണ്ട എല്ലാ സംവിധാനത്തോടും കൂടി തന്നെ ഒരു ഭക്തൻ എത്തുകയുള്ളൂ. അപ്പോൾ ആ ഭക്തനോട് ഇതിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചും ഇതിൻ്റെ വൈശിഷ്ട്യത്തെക്കുറിച്ചും ഇവിടെ ആചാരക്രമങ്ങളെക്കുറിച്ചും അനുവർത്തിക്കേണ്ട വ്രതാനുഷ്ഠാനത്തെക്കുറിച്ചും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം അവർക്ക് നൽകാനുള്ളത് ഞങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അവർ ഇനിയും വരുമ്പോൾ, ഇനിയും ശബരിമലയിലേക്ക് വരുന്ന 10, 18, 20 എന്തിനേറെ ജീവിതകാലം അത്രയും ഓരോ മണ്ഡലകാലവും വിടാതെ ശബരിമലയിലേക്ക് എത്തുന്ന എത്രയോ അയ്യപ്പ ഭക്തന്മാരുണ്ട്. അപ്പോൾ അവർക്ക് ആ പറയുന്ന കാലഘട്ടത്തിനനുസരിച്ച് ശബരിമലയിൽ ഉണ്ടായ മാറ്റങ്ങൾ അവർക്ക് തന്നെ അറിയാൻ കഴിയുന്നതാണ്. എങ്ങനെയൊക്കെയാണ് ഇവിടെ മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തിരുപ്പതി എന്ന് പറയുന്ന ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അത് എത്രയോ വളരെ മഹത്തരമായി, അല്ലെങ്കിൽ അതിനെ ആ ഒരു വ്രതനിഷ്ഠയോടുകൂടി അതിന് അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന തരത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയെടുത്തു. അതുപോലെ തന്നെയാണ് ശബരിമലയിലും വരാൻ പോകുന്നത്. അത്തരത്തിലുള്ള ചർച്ചകളാണ്, സജീവമായ ചർച്ചകളാണ് അവിടെ ഉരുത്തിരിഞ്ഞു വരിക. അല്ലാതെ അവിടെ മതപഠനമോ അല്ലെങ്കിൽ ഹൈന്ദവികതയെ ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലുള്ള ഒന്നുമില്ല. അവിടെ വിശ്വമാനവികത എന്ന് തന്നെയാണ് അവരതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിരല് പിടിക്കുന്നതിൽ യാതൊരു കഴമ്പുമില്ല. തങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ അധികാരം തിരിച്ചു വരില്ല എന്നുള്ള ഒരു വേവലാതി തന്നെയാണ് ഇപ്പോൾ UDF കൊണ്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഈ പറയുന്ന അയ്യപ്പ സംഗമത്തെക്കുറിച്ച് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.